ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ ഈസിയായ ഒരു സാമ്പാറും നെയ് റോസ്റ്റും തയ്യാറാക്കാം. ഞാനിതിൽ തേങ്ങ വറുത്തരച്ച് ചേർക്കുന്നില്ല. ആദ്യം പരിപ്പും വെജിറ്റബിൾസും ഇടുക. പച്ചക്കായും പടവലവും ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇത്രയും പച്ചക്കറിയാണ് ഞാൻ ഇട്ടിട്ടുള്ളൂ. അതിലേക്ക് 4-5 പച്ചമുളക് കീറിയിടുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. പച്ചക്കറിയും പരിപ്പും വേവാൻ ആവശ്യമായ വെള്ളവും ഒഴിക്കുക. ഒരു ഉള്ളി കട്ട് ചെയ്തിടുക. 2 തക്കാളിയും ഞാൻ ചേർത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചിയും ചേർത്തിട്ടുണ്ട്. കുക്കർ അടച്ച് വെച്ച് ഒരു 4 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ മസാല വറുത്തരക്കാം. ചെറിയുള്ളിയും വലിയുള്ളിയും വെളുത്തുള്ളിയും, ഒരു വലിയുള്ളി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ചെറിയുള്ളി വെളുത്തുള്ളിയും കുറച്ച് അധികം ചേർക്കുക. നല്ലപോലെ വഴറ്റുക. അതിനുശേഷം 2 സ്പൂൺ മല്ലിപ്പൊടിയും 3 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതെല്ലാം ചേർത്ത് നല്ലപോലെ വഴറ്റുക. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റണം. നല്ല ജീരകവും ചേർക്കുക. കായപ്പൊടിയും ചേർക്കുക. അല്പം വെള്ളം ഒഴിക്കുക. ഇത് മിക്സിയിൽ നല്ലപോലെ അരച്ചെടുക്കുക. അതിലേക്ക് വാളൻപുളിയും പിഴിഞ്ഞൊഴിക്കുക. വെജിറ്റബിൾസിലേക്ക് അരച്ച് വെച്ച മസാലയും കായപ്പൊടിയും ചേർത്ത് പതിപ്പിച്ചെടുക്കാം. ഉലുവയും കടുകും വറുത്ത് പൊടിച്ചതും ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. വളരെ ടേസ്റ്റിയായ സാമ്പാർ റെഡി. ഇനി നമുക്ക് സാമ്പാർ തൂമിക്കാം. ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലൽപ്പം വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കടുക് ഇടുക. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം 5-6 ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് മൂപ്പിക്കുക. ബ്രൗൺ കളർ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. വളരെ ടേസ്റ്റിയായ സാമ്പാർ റെഡി. ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതിന് കൂട്ടാൻ നമുക്ക് നെയ് റോസ്റ്റ് തയ്യാറാക്കാം. പച്ചരിയും 2 ഗ്ലാസ് പച്ചരി, 1 ഗ്ലാസ് ഉഴുന്ന്, 2 സ്പൂൺ കടലപ്പരിപ്പ്, ഉലുവ എന്നിവ ചേർത്ത് അരച്ച് വെച്ച മാവാണത്. അത് തലേ ദിവസം അരച്ച് വെച്ച് പുളിച്ച് പൊങ്ങിയതാണ്. കടലപ്പരിപ്പ് ചേർക്കുമ്പോൾ നല്ലോണം മൊരിഞ്ഞു കിട്ടും. ഉപ്പ് ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. കടയിൽ നിന്നെല്ലാം വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് നെയ് റോസ്റ്റ് തയ്യാറാക്കി എടുക്കാം. എൻ്റെ ചാനൽ എല്ലാവരും
സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ മിൽമ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് ഒഴിച്ച് 2 വശവും മൊരിച്ചെടുക്കണം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ ടേസ്റ്റിയായ നെയ്റോസ്റ്റും സാമ്പാറും റെഡി.